പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റൂൾ ടെസ്റ്റും മൈക്രോബിയൽ അനാലിസിസ് ടെസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ്. ഇതിലെ കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടിലും സ്റ്റൂള് തന്നെയാണ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ലാബിൽ കൊടുക്കുന്ന ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ലാബിൽ നമ്മൾ സ്റ്റൂൾ ടെസ്റ്റിന് കൊടുക്കാറുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു അക്യൂട്ടായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ചസ്, അതായത് നമ്മുടെ മോഷനിൽ പാരസൈറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ, മ്യൂക്കസ് ഉണ്ടോ, കഫത്തിൻ്റെ ശല്യമുണ്ടോ, അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടോ എന്നൊക്കെ അറിയുന്നതിനുള്ള ഒരു അക്യൂട്ടായിട്ട് കണ്ടുപിടിക്കുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളെ അനലൈസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ ലാബിലൊക്കെ കൊടുക്കുന്ന സ്റ്റൂൾ ടെസ്റ്റ് എന്ന് പറയുന്നത്, സ്റ്റൂൾ കൾച്ചർ എന്നൊക്കെ പറയുന്ന ടെസ്റ്റ്. ഈ മൈക്രോബിയൽ അനാലിസിസിനകത്തും സ്റ്റൂൾ ടെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതൊരു DNA സീക്വൻസിങ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. DNA സീക്വൻസിങ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഏത് തരത്തിലുള്ള ബാക്ടീരിയാസിൻ്റെ ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ടെസ്റ്റാണ്. അതൊരിക്കലും ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ല. നിങ്ങൾക്ക് ഇന്ന ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അല്ല ഈ മൈക്രോബിയൽ അനാലിസിസ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. അതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്ന ഒരു US നാനോപോർ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെസ്റ്റാണിത്. അതൊരു DNA സീക്വൻസിങ് ആണ്. എന്താ അതിൻ്റെ പ്രത്യേകത? നിങ്ങൾക്ക് ജനിതകമായിട്ട് ഏതൊക്കെ സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയാസിന് പോസിബിലിറ്റീസ് ഉണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയാസിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, ഇങ്ങനെയുള്ള പോസിബിലിറ്റീസിൻ്റെ ഒരു അനാലിസിസ് ആണ്. അതൊരിക്കലും ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ട് കണക്കാക്കരുത്. മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗട്ട് മൈക്രോബയോമിനെ റീസെറ്റ് ചെയ്യുക, നിങ്ങളുടെ ശരീരത്തിന് വേണ്ട പേഴ്സണലൈസ് ആയിട്ടുള്ള പ്രോബയോട്ടിക്സിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിൽ, ഒരു വെൽനസ് പെർസ്പെക്റ്റീവിൽ കാണാവുന്ന ഒരു സീക്വൻസിങ് അനാലിസിസാണ് ഈ പറഞ്ഞ മൈക്രോബയോം അനാലിസിസ് എന്ന് പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ മോഷനിൽ എന്തെങ്കിലും അപ്സെറ്റായി, നിങ്ങൾക്ക് പെട്ടെന്ന് അക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു, അപ്പോൾ അതിൽ സ്റ്റൂളിൽ എന്തെങ്കിലും ബാക്ടീരിയാസ് ഉണ്ടോ, അതിൽ എന്തെങ്കിലും വൈറസസിൻ്റെ ഇതുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് വേംസിൻ്റെ ഇൻഫെക്ഷൻസ് ഉണ്ടോ, അവിടെ മ്യൂക്കസിൻ്റെ അമിതമായിട്ട് കാണുന്നുണ്ടോ, ഇപ്പോൾ അൾസറേറ്റീവ് കോളൈറ്റീസ് ഉള്ള കണ്ടീഷൻസിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ അനലൈസ് ചെയ്യുന്നതിനാണ്. മറ്റേതെന്ന് പറയുന്ന ഒരു പ്രിവെൻറ്റീവാണ്. നിങ്ങളുടെ ഒരു വെൽനസ് ആസ്പെക്റ്റിക്ക് കാണുന്ന ഒരു ജിനോമിക് അനാലിസിസാണ് ഈ മൈക്രോബിയൽ അനാലിസിസ് എന്ന് പറയുന്നത്. പ്രൈസ് ഡിഫറൻസ് തന്നെ വ്യത്യാസമുണ്ട്. ഒന്ന് ചിലപ്പോൾ ഒരു 1000-1200 ആണെങ്കിൽ മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു 10,000 റേഞ്ചിൽ വരുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും.